നമ്മുടെ നാട്ടിലെ അർജന്റീന ആരാധകരിൽ വലിയൊരു വിഭാഗം ആളുകളും ഫലസ്തീനൊപ്പം നിൽക്കുന്നവർ കൂടിയായിരിക്കാം. ഇസ്രായേലിന്റെ ക്രൂരതകൾക്കൊപ്പം നിൽക്കാനും ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദന കാണാതിരിക്കാനും ലോകത്തെ തന്നെ ഭൂരിഭാഗം പേർക്കും കഴിയില്ല. അങ്ങനെയുള്ള അർജന്റീന ആരാധകരെ അസ്വസ്ഥരാക്കുന്ന വാർത്തയാണ് ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അർജന്റീനയുടെ പ്രസിഡന്റ് ഹാബിയർ മിലയുടെ ചിഹ്നം മരം മുറിക്കുന്ന വാളാണ്. ആ വാളുകൊണ്ട് ഫലസ്തീൻ അനുകൂലികളെ നിരന്തരം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മിലെ. ബ്രസീലിലെ ഇടതുപക്ഷ പ്രസിഡന്റ് ലുല ഡ സിൽവ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് ഫലസ്തീനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ ആഴ്ച തന്നെയാണ് അർജന്റീന ഇസ്രായേലിനോടുള്ള കൂറ് പ്രഖ്യാപിക്കുന്നത്. കൊളംബിയയും ചിലെയും മെക്സിക്കോയും ഭൂരിഭാഗം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഫലസ്തീനൊപ്പം തന്നെയാണ്. ഗസ ഭരിക്കുന്ന ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ് അർജന്റീനയുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി കാണുന്നില്ല. ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമല്ല അർജന്റീന ഇസ്രായേൽ ക്രൂരതയുടെ കൂട്ടുകാരനാണെന്ന് പറയുന്നത്. അർജന്റീനയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി സന്ദർശിച്ച രാജ്യം ഇസ്രായേലായിരുന്നു. ലോകം മുഴുവൻ നെതന്യാഹുവിനെ വെറുത്ത സമയത്താണ് മിലെ തൻ്റെ ഇസ്രായേൽ കൂറ് വീണ്ടും വീണ്ടും തെളിയിച്ചത്. ഇസ്രായേലിലെത്തിയ അർജന്റീന പ്രസിഡന്റ് മിലെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കൂടി അവിടെ നടത്തി. അർജന്റീനയുടെ ഇസ്രായേൽ എംബസി ടെല്ലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. അതിനേക്കാളെല്ലാം പ്രശ്നമുള്ള അർജന്റീനയുടെ നിലപാട് കഴിഞ്ഞ മെയ് മാസം 10 UN ജനറൽ അസംബ്ലിയിൽ നടന്ന ഒരു പ്രമേയത്തിലെ വോട്ടെടുപ്പിലായിരുന്നു. ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ ആ വോട്ടെടുപ്പിൽ 143 രാജ്യങ്ങൾ ഫലസ്തീനൊപ്പം നിന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആകെ 9 രാജ്യങ്ങളാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞാൽ അന്ന് ഫലസ്തീനെതിരെ കൈപ്പൊക്കിയ രാജ്യങ്ങളിലൊന്ന് അർജന്റീനയായിരുന്നു. അർജന്റീനയിൽ മുമ്പുണ്ടായിരുന്ന പല സർക്കാരുകളും ഇസ്രായേലുമായി സൗഹൃദം പുലർത്തുമ്പോഴും ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി അംഗീകരിച്ചിരുന്നു. അരക്കിറുക്കൻ എന്ന് അർത്ഥമുള്ള എൽ ലോക്കോ എന്ന സ്പാനിഷ് വാക്കാണ് എതിരാളികൾ മിലെയെ വിളിക്കാൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് മിലെ അധികാരത്തിലേറിയത്. മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രവൽകൃത വാളുമേന്തിയാണ് മിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പലതും വെട്ടിമുറിക്കാനുള്ളതായിരുന്നു ആ വാൾ. സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വെട്ടിക്കുറക്കണം എന്നാണ് മിലെയുടെ നിലപാട്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സർക്കാർ ഇടപെടൽ പകുതിയാക്കി കുറക്കണം എന്ന് വാദിച്ച മിലെ വേറെയും കുറച്ച് കിറുക്കുകൾ കൂടിയുണ്ട്. തൻ്റെ 5 വളർത്തുനായ്ക്കളിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം സ്വീകരിക്കും എന്നാണ് മിലെ പറയുന്നത്. 5 വളർത്തുനായ്ക്കൾക്കും അദ്ദേഹം സാമ്പത്തിക വിദഗ്ധരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. 5 വർഷം മുമ്പ് കോനൻ എന്ന മിലെയുടെ പട്ടി ചത്തു. അതിൻ്റെ ടിഷ്യൂ ഉപയോഗിച്ച് $500,000 ചെലവിൽ ഒരു US കമ്പനിയിൽ നിന്ന് 5 പട്ടിക്കുട്ടികളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കുകയായിരുന്നു മിലെ. ചത്തുപോയ കോനനുമായി ടെലിപ്പതിയിലൂടെ താൻ നിരന്തരം സംസാരിക്കാറുണ്ട് എന്നും മിലെ അവകാശപ്പെടുന്നു. ഏതായിരുന്നാലും ഈ മിലെയെ മെസ്സി അടക്കം എത്ര അർജന്റീനൻ താരങ്ങൾ പിന്തുണക്കുന്നു എന്നതാണ് പലരും ഇപ്പോൾ അന്വേഷിക്കുന്നത്.